നമ്മള് വീണ്ടും നാട്ടെ തെള്ളിയൂർക്കാവ് അമ്പലത്തിനടുത്തോട്ട് വന്നേ അണ്ണാ. അല്ലേന്നോ എന്തുകൊണ്ട് സുഖമാണ് അന്ന് പറഞ്ഞതാ ഒരു വരവ് വരുമെന്ന്. ഒരു വരവ് കൂടെ ഞങ്ങളിവിടെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നേരം നാട്ടെ അല്യാണന്റെ വീട്ടിലാണ് നമ്മളെ വെക്കുന്നത്. എന്തുവാണ് പരിപാടി? ഇതൊന്ന് പറയാം. പരിപാടി നമ്മുടെ ഒരു കിളിച്ചുണ്ണമാവായിരുന്നു. അതാ സാധാരണ അറിയാലോ, പുഴുവാണ് എപ്പോഴും. അപ്പൊ അത് അണ്ണനോട് പറയുമ്പോൾ കട്ട് ചെയ്തൊരു 10 വെറൈറ്റി അത് വണ്ടി ചെയ്തേക്കാന്ന്. എല്ലാം പിടിക്കുമെന്ന് ഞാൻ പറയുന്നില്ല, നമ്മള് പിടിക്കട്ടല്ലേ. ഇപ്പൊ എന്തായാലും ബാക്കി ദൈവം നോക്കും. നമ്മള് ചെയ്യാൻ വേണ്ടി നേരെ വന്ന കൊല്ലത്തുനിന്ന് ഇതിനു വേണ്ടി മാത്രമായിട്ട് നമ്മൾ ഇവിടെ വന്ന അല്യാണനെ കണ്ട് സന്തോഷം. സ്നേഹം ഉണ്ടോ വരും. പിന്നെ അല്ല ഫംഗിസൈഡ് താണ്ട് ആ മരത്തിൽ തേക്കുവാണെ. നമ്മളിപ്പോ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ വെള്ളയിൽ മാത്രമേ ഉള്ളൂ, അതിന്റെ സൈഡിൽ തേക്കേണ്ട കാര്യമില്ല. കൊണ്ടുവന്ന വല്ലതും കാഴ്ചയാണ്. അതെല്ലാം മേടിച്ചതാ. ഇതെല്ലാം കായ്ച്ചു. അമ്പഴങ്ങ സൂപ്പറാണ്, അടിപൊളി. കേരളത്തിന്റെ ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ പലയിടത്തും പോയി പോത്തിറച്ചി വെച്ചിട്ടുണ്ട്. നല്ലതാ. അല്യാണന്റെ വീട്ടിൽ വന്നപ്പോൾ കിട്ടിയൊരു വെറൈറ്റി സാധനം കേട്ടാ, ഒരു രക്ഷയില്ല. ചെയ്യാൻ വേണ്ടി നേരെ വന്ന കൊല്ലത്തുനിന്ന് ഇതിനു വേണ്ടി മാത്രമായിട്ട് നമ്മൾ ഇവിടെ വന്ന അല്യാണനെ കണ്ട് സന്തോഷം. സ്നേഹം ഉണ്ടോ വരും. പിന്നെ അല്ല, ഒരുപാട് പേര് ചോദിച്ചു വരുമോ, ചുമ്മാ പറഞ്ഞു. അന്ന് പറഞ്ഞതേ ഉള്ളൂ, വരാറൊന്നും ഇല്ലെന്ന് പറഞ്ഞു. ദൂരെ കിടക്കുന്നോണ്ടാ വിളിച്ച് ലേറ്റ് ആയി. പണി ഒരുപാട്. പൊല്ലൂര്, തിരുവനന്തപുരം, അതേപോലെ തന്നെ പുനലൂര് ഒക്കെ ആയിരുന്നു കറക്കുമായിരുന്നു. അതിന് താണ്ടെ നമുക്ക് തുടങ്ങിയാ. അടിപൊളി. കൊണ്ടുവന്ന വല്ലതും കാഴ്ചയാണ്. അതെല്ലാം മേടിച്ചതാ. ഇതെല്ലാം കായ്ച്ചു. അമ്പഴങ്ങ. പിന്നെ വേറെ മൽബറി അന്നത്തെ അവിടെ കൊണ്ടുവന്നാണ്. മൽബറി താണ്ടെ ഉഷാറായിട്ട് നിപ്പുണ്ട്. ഇപ്പൊ വേനല് ഭയങ്കര നല്ല ചൂടല്ലേ ഇവിടെ, നല്ല ചൂട്. എന്നിട്ട് പിന്നെ വേറെ കുറെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. ബൊഗൈൻവില്ല, നമ്മളൊരു ബൊഗൈൻവില്ല എടുത്ത് വണ്ടിക്കകത്ത് കയറ്റി വെച്ചു കൊടുക്കുന്ന കണ്ടിട്ടുണ്ടായിരിക്കും. അതിന് താണ്ടെ ബൊഗൈൻവില്ല. പിന്നെ ഇപ്പോഴും പൂവുണ്ട്. പിന്നെ ഉണക്കായോണ്ട് ഭയങ്കരമായിട്ട് ഈ ചൂട് ഭയങ്കര ഇതാ ഇവിടെ. ആണല്ലേ? പന്നിശല്യം വല്ലതും ഉണ്ടോ? പന്നിശല്യം ഉണ്ട്, നമുക്ക് ഇങ്ങോട്ടില്ല. കൃഷിക്ക് ശല്യമുണ്ട്. കൃഷിക്ക് ശല്യം തന്നെ. തെങ്ങിനൊക്കെ നല്ല ശല്യം. അതിപ്പോ ഞാൻ കാണിക്കാം. തെങ്ങിനകത്തൊക്കെ നല്ല ശല്യം. ഓക്കെ അണ്ണാ, ഇവിടെ അതേപോലെ തന്നെ ഞങ്ങൾക്ക് കാണാൻ വേണ്ടിട്ട് സംഭവം ഇവിടെ ഉണ്ടെന്ന് പറയുന്നത് കേട്ട് നമുക്ക് കാണണം. അത് കാണണം. അതൊരു വെറൈറ്റി സാധനം. തെങ്ങും തോട്ടത്തിലുണ്ട്. അതെ. അന്നേരം നമ്മൾ കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫംഗിസൈഡ് താണ്ടെ ആ മരത്തിൽ തേക്കുവാണെ. നമ്മളിപ്പോ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ വെള്ളയിൽ മാത്രമേ ഉള്ളൂ, അതിന്റെ സൈഡിൽ തേക്കേണ്ട കാര്യമില്ല. ഇതേപോലെ ഫുള്ള് അതിനുള്ളിൽ നടുക്കുവശം മൊത്തമായിട്ട് നമ്മൾ സാഫാണ് ഇപ്പൊ തേക്കുന്നത്. നല്ല കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് കണ്ടു കഴിഞ്ഞാൽ പെയിന്റ് തേച്ചാണിരിക്കും. അന്നേരം അതിന്റെ നമ്മൾ ബാർക്ക് നമ്മൾ കട്ട് ചെയ്യുവാണേ. ഇതേപോലെ നന്നായിട്ട് അകത്തോട്ട് കയറത്തക്ക രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് അതിനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതിനു ശേഷം അതിനകത്താണ് നമ്മൾ അടുത്ത പ്ലാന്റുകൾ വെക്കാൻ വേണ്ടി പോകുന്നത്. അന്നേരം നമ്മൾ കൊല്ലത്തുനിന്ന് നേരെ തെള്ളിയൂർക്കാവ് അമ്പലത്തിൽ പോയതാണ്. അമ്പലത്തിനടുത്താണ് നമ്മൾ അല്യാണൻ്റെ വീട് കേട്ടോ. അന്നേരം അവിടെ ചെന്ന് ഈ മരം കട്ട് ചെയ്ത് എന്താ പറയുക, അവിടെ തന്നെ ടൂളൊക്കെ ഉണ്ടാകണ്ട കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നമുക്ക് ഇച്ചിരി സമയമൊക്കെ തരുവാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള നമുക്ക് അറേഞ്ച് ചെയ്ത് തരാനായിട്ട് പറ്റും. പക്ഷേ സമയം തരേണ്ടി വരും. കാര്യം അറിയാമല്ലോ, ഇച്ചിരി തിരക്കൊക്കെ ഉണ്ട് നമുക്ക് നഴ്സറികളുടെ. അന്നേരം ഇതേപോലെ ഒന്നാമത്തെ വെറൈറ്റി വെച്ചു, രണ്ടാമത്തെ വെറൈറ്റി, അതേപോലെ തന്നെ മൂന്നാമത്തെ വെറൈറ്റി ഇതേപോലെ സെറ്റ് ചെയ്ത് ഫുള്ള് മൊത്തം കറക്കി അത്യാവശ്യം ഗ്യാപ്പിട്ടാണ് വെച്ചേക്കുന്നത് കേട്ടോ. ഏകദേശം എല്ലാം പിടിക്കുന്നൊന്നും ആർക്കും ഉറപ്പ് കൊടുക്കരുത്. കാര്യം ഒരുപാട് വീഡിയോകൾ നിങ്ങൾ കണ്ടുന്നുണ്ടായിരിക്കും. പക്ഷേ അത് എല്ലാം പിടിച്ചത്, അതായത് ഉണങ്ങിയതെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം വീഡിയോ ഇടുന്നതാണ് 90% കാണിക്കുന്നത്. നമ്മൾ എല്ലാം കിട്ടുന്നൊന്നും ഒരിക്കലും പറയാൻ പാടില്ല. ഒരു 50 ചാൻസ്. നമുക്കിപ്പോൾ കായ്ക്കാതെ നിൽക്കുന്ന മാവുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം. എന്താ, അടിപൊളിയല്ലേ, ഒരു വൈബല്ലേ. മാത്രമല്ല ഇതിപ്പം നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നേരെ അവിടെ പോയി അണ്ണനും ഹാപ്പിയായി. അതേപോലെ തന്നെ നമ്മളും പ്ലാന്റൊക്കെ ചെയ്തു, നമ്മളെ ബയ്യ സെറ്റ് ചെയ്തു. അതേപോലെ തന്നെ ഫുള്ള് ഫംഗിസൈഡൊക്കെ തേച്ച് ഇതിനകത്ത് വെച്ചിരിക്കുന്ന വെറൈറ്റി എന്താണെന്ന് ചോദിച്ചു പോയില്ല. ഞാൻ പറഞ്ഞുതരാം. കലപ്പാടി, കുളമ്പ്, നീലം, സേലം, മൽഗോവ, പ്രിയൂര്, മല്ലിക, നാംഡോക്മൈ, അങ്ങനെയുള്ള വെറൈറ്റികൾ തന്നെ. ഈ ഓരോന്നിൻ്റെയും കമ്പ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിനകത്ത് നല്ല പിടുത്തമുള്ള പ്ലാന്റുകൾ ആണ്. നല്ല കമ്പ് നോക്കി, നല്ല സൈമൺ നോക്കിയിട്ടാണ് സെലക്ട് ചെയ്ത് കൊണ്ടുചെന്ന് വെച്ച് കൊടുത്തേക്കുന്നത് കേട്ടോ. എന്തായാലും ഇത് പിടിക്കുമ്പം XY എന്തായാലും നമുക്കിതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇനിയും അവിടെ പോയി തന്നെ ഇടുന്നതായിരിക്കും. അഥവാ നമുക്കൊരു ട്രിപ്പ് 1-2 പ്ലാന്റ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റി നമുക്ക് വേറെ പ്ലാന്റ് വെക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ,
ഒരു വെറൈറ്റി വീഡിയോ അല്ലേ, ഇഷ്ടപ്പെട്ടോ? നിങ്ങളും ചിലപ്പോൾ ഇതേപോലെ തിരക്കി നടക്കുമായിരിക്കും. ഇതാണ്ട് അതിനുശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ സിപ്പപ്പ് കവർ ഇട്ടതിന് ശേഷമായിട്ട് ഇത് വലിയ അനക്കം കിട്ടാതിരിക്കാൻ വേണ്ടി, തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല 2-3 കമ്പുകളും കൂടെ വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ മേളിൽ കൂടെ കവർ ഇടുന്നത്. അന്നേരം നമുക്ക് ഒരുപാട് ഇത് ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പണിയും നമ്മളതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നന്നായിട്ട് വരിഞ്ഞങ്ങോട്ട് കെട്ടി കൊടുക്കുക. അതായത് നമുക്ക് ഈ ബാർക്ക് നന്നായിട്ട് കെട്ടുക. അന്നേരം അതിൻ്റെ മേളിൽ പ്ലാസ്റ്റിക് ഇട്ട് കെട്ടിയെങ്കിലും നമ്മളൊരു ഉറപ്പിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ നമ്മൾ തിക്നെസ്സുള്ള വള്ളി മേടിച്ചിട്ട് അതും കൂടെ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ മേളിൽ കൂടെ ഇട്ടതിന് ശേഷം വലിയ കവറിനകത്ത് അതിൻ്റെ ഫംഗിസൈഡ് ഇട്ട് സാഫിട്ട് കലക്കി കളഞ്ഞതിന് ശേഷമായിട്ട് ദാണ്ട് അതിൻ്റെ മേളിൽ കൂടെ ഇറങ്ങും. കണ്ട, അന്നേരം നമ്മളെ സയോണിനകത്ത് ഓവറായിട്ട് കവർ കെട്ടത്തില്ല. മാത്രമല്ല ഓവറായിട്ട് ഇത് ഹ്യൂമിഡിറ്റി കൂടി അതിനകത്തിരുന്ന് ഫംഗസ് അഴുകിപ്പോകും. ഒരുപാട് പേര് പറയാറുണ്ട് ഇതുപോലെ കവറിട്ട് അഴുകിൽ വരുമെന്ന്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഫംഗസ് ചെയ്ത് നന്നായിട്ട് യൂസ് ചെയ്തിട്ട് വേണം കെട്ടാനായിട്ട്. ഓക്കെ, കേരളത്തിൻ്റെ ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ പലയിടത്തും പോയി പോത്തിറച്ചി വെച്ചിട്ടുണ്ട്. എന്നാലിതാ അല്യാണൻ്റെ വീട്ടിൽ വന്നപ്പോൾ കിട്ടിയൊരു വെറൈറ്റി സാധനം കേട്ടാ, ഒരു രക്ഷയില്ല. അടിപൊളി കേട്ടോ. അതേപോലെ തന്നെ അല്യണ്ണൻ്റെ വൈഫ് ഉണ്ടാക്കി വെച്ച നല്ല ഫുഡായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ ഇത്രയും ദൂരം ഓടി വന്നില്ല. അന്നേരം അതിൻ്റെ കപ്പ, മീൻ എല്ലാം നാട്ടിൽ കാലിയാക്കി. അതിനുശേഷം നാട്ടിൽ ഇതാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്ന അത്ഭുതം എന്ന് പറഞ്ഞത് കേട്ടോ. വീട്ടിനകത്ത് തോട്ടത്തിൽ അണ്ണ സെറ്റ് ചെയ്തേക്കുന്ന ഒരു ഏർമാടം കേട്ടോ. ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. അതേപോലെ തന്നെ അതിനകത്ത് ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ വെച്ചതും നമ്മളോട് വെച്ചിട്ടുണ്ട്. ആണ്ടെ മിറാക്കിൾ ഫ്രൂട്ടിൻ്റെയൊക്കെ സൈസ് നോക്കി, അതേപോലെ തന്നെ ഓറഞ്ച്, നാരങ്ങ, അതേപോലെ തന്നെ കമ്പിളി നാരങ്ങ, അതേപോലെ ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ അതിനകത്തൊക്കെ പറിച്ച് കഴിക്കുക. അതിനുശേഷം അല്ലിയാണ് അവിടുത്തെ മെമ്പറായിരുന്നു. അന്നേരം അതാണ്ട് ഇതെല്ലാം അണ്ണൻ്റെ വിളയിൽ നിൽക്കുന്ന സാധനങ്ങളാണേ. ഇതാ നോക്കി, തെങ്ങും തൈ, ഒരു 60 മൂട് തെങ്ങും തൈ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. ഡൊറിയാനുണ്ട്, പിന്നെ നാടൻ ചാമ്പ, പിന്നെ അബിയു, മാംഗുസ്തി, പിന്നെ കാലാപ്പാടി അങ്ങനെ മാന്തയുണ്ട്. തെങ്ങും തൈകൾ എത്ര കാണും അവിടെ? 60 തെങ്ങ് മൂട് കായ്ക്കാറായി തുടങ്ങിയ അടിപൊളിയായിട്ടുള്ള 60ഓളം മൂട്. 60 എല്ലാ മാസം നമ്മൾ മരുന്നൊഴിക്കും, ചെല്ലിക്കൊള്ള ഒഴിക്കും. എന്ത് മരുന്നാണ് സാറിന് കൊടുക്കുന്നത്? മിഡോ അതാണ് എല്ലാ മാസവും ഒഴിക്കും. അതെ, അത് മൊത്തം ചാരമല്ലേ ഇട്ടേക്കുന്നത്? ചാരമൊക്കെ ഇട്ടാൽ അടിപൊളിയാക്കി ഇട്ടേക്കണ്ട. മാംഗോസ്റ്റിൻ സ്കൂളിൽ പോകുമ്പോൾ സ്കൂളിൽ പോകുമ്പോൾ നാട്ടുകാരെ പുറത്തുനിന്ന് ചാമ്പയ്ക്ക അതാണിത്. അതെ, ഇഷ്ടം പോലെ ഉണ്ട്. റംബൂട്ടാനുണ്ട്, എല്ലാ സാധനമുണ്ട്. ഓക്കെ, അടിപൊളി ഒരു പഴുത്തൊക്കെ ആയിട്ട് വരുവാണേ. വിയറ്റ്നാം മെർലി ഇത്രയും സൈസ് ഉണ്ടല്ലേ? ചോദിക്കണ്ട, അടിപൊളി. കൊല്ലത്തുകൊണ്ട് എല്ലാവരും കഴിക്കും. പിന്നെ അല്ല, ഇനിയിപ്പം മറ്റേ കമ്പിളി നാരങ്ങ, കമ്പിളി മാസ് എല്ലാം അണ്ണൻ്റെ തോട്ടത്തിലെ ചേട്ടാ. ഇനിയുണ്ട് റംബൂട്ടാനൊക്കെ ഇഷ്ടംപോലെ പൂവായിട്ട് കിടക്കുക. പോരട്ടെ. കമ്പിളി നാരങ്ങ പോരട്ടെ. ഇതൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ 50 പൈസയ്ക്ക് ഞങ്ങൾ മേടിച്ച പണ്ട് 50 പൈസയ്ക്ക് സ്കൂളിൽ പോകുമ്പോൾ മേടിക്കുമായിരുന്നു. ഇത് അടിപൊളി കമ്പിളി നാരങ്ങ, ചുവപ്പ് കമ്പിളി നാരങ്ങ അടിപൊളി. ചക്കപ്പഴം മണത്തിൽ ചോദിക്കുവാണ്, സൂപ്പറാണോ? പറയാനില്ല, അടിപൊളി നല്ല മണം. ഇനി പാറക്കുളമുണ്ട് അങ്ങോട്ട് കൂട്ടാൻ്റെ പാറക്കുളമാണ് ഇഷ്ടം പോലെ. ഈ മറ്റേ രോഹു, കട്ടള, 2 മീനുണ്ട്. പോയി നോക്കാം. ചൂണ്ടയിടാം. ഓക്കെ പോരട്ടെ.